രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. കൊച്ചിയിലോ കോഴിക്കോടോ ന്യൂനപക്ഷ സംഗമം നടത്താൻ ആലോചന. മതാടിസ്ഥാനത്തിൽ സംഗമം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് ആരോപണം. പോലീസ് എടുത്തത് വ്യാജ കേസെന്ന് തെളിഞ്ഞിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. 2014 ആറന്മുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വ്യാജമെന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച്. വ്യാജ കേസിൽപ്പെട്ട് കോട്ടയം സ്വദേശി പ്രദീപ് ജയിലിൽ കിടന്നത് 21 ദിവസം. ആറന്മുള CI ദിലീപ് ഖാനെതിരെ ക്രൈംബ്രാഞ്ച് ADGP അച്ചടക്ക നടപടി ശുപാർശ ചെയ്തിട്ടും നടപടിയുണ്ടായില്ല. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് സൂചന നൽകി ഗൾഫ് രാജ്യങ്ങൾ. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും. നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. സമാധാന ചർച്ചകൾ തകർക്കാനാണ് ശ്രമമെന്ന് ഹമാസ്. വലതുപക്ഷ ആക്ടിവിസ്റ്റായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പുറത്തുവിട്ട് FBI. തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എക്സിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം FBI പങ്കുവച്ചു. നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. ഇടക്കാല സർക്കാരിനെ ആര് നയിക്കുമെന്നതിൽ പ്രക്ഷോഭകർക്ക് വ്യത്യസ്താഭിപ്രായം. വൈദ്യുതി വകുപ്പ് മുൻ മേധാവി കുൽമാൻ ഖിസിംഗിന്റെ പേര് സജീവ പരിഗണനയിൽ. സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസൊനാരോയ്ക്ക് 27 വർഷം തടവ് ശിക്ഷ. കലാപമുണ്ടാക്കാൻ ശ്രമം ഉൾപ്പെടെ 5 കുറ്റങ്ങൾ തെളിഞ്ഞതായി സുപ്രീം കോടതി ഭൂരിപക്ഷ ബെഞ്ച്. അതേസമയം ബോൾസൊനാരോയെ ഉടൻ തടങ്കലിലാക്കില്ല. പ്രതിഷേധവുമായി ബോൾസൊനാരോ അനുയായികൾ. പോലീസിനെതിരെ ഉണ്ടാകുന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ജനങ്ങൾ പോലീസിനൊപ്പമെന്ന് DGP. പരാതികൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധിക്കുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്നും DGP ന്യൂസ് 18 Q18-ൽ. 2.5 വർഷത്തിനു ശേഷം നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക്. പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ടു മുൻപ് സംഘർഷം. വേദിയിലെ അലങ്കാരത്തെ ചൊല്ലി ചുരാചന്ദ്പൂരിൽ പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടി. ഇംഫാലിലും ചുരാചന്ദ്പൂരിലും നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. CPI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകും. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന. അന്തിമ തീരുമാനം ഉടൻ വേണമെന്ന് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. നടപടി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ. കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദം ചർച്ചയായേക്കും. വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന 5 അംഗ ആഭ്യന്തര സമിതിയിൽ ആരൊക്കെയെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും.